എടാ എഴുന്നേക്ക്, സ്കൂളിൽ പോകാൻ സമയം, എത്ര സമയമായിട്ട് കിടക്കുന്ന, ഓട്ടോ വന്ന്, ബസ് വന്ന്. പലപ്പോഴും നമ്മൾ മാതാപിതാക്കൾ കുട്ടികളെ രാവിലെ വിളിച്ചുണർത്തുന്നത്, പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന ദിവസം ആ കുട്ടികളെ വിളിച്ചുണർത്തുന്നത് ഏത് രൂപത്തിലാണ്? ആദ്യം 1-2 പ്രാവശ്യം ഉമ്മ അല്ലെങ്കിൽ മാതാവ് അടുത്ത് വന്നിട്ട് മോനെ എഴുന്നേക്ക്, ഇല്ലേ മോളെ എഴുന്നേക്ക് എന്ന് വിളിക്കും. അതിനുശേഷം ആ വിളി അവർ എഴുന്നേറ്റില്ല എങ്കിൽ രാവിലത്തെ ആ സ്കൂളിൽ പോകുന്നതിൻ്റെ ആ യുദ്ധ സമാനമായ അടുക്കളയിലെ ആ പ്രവർത്തനം കഴിഞ്ഞ്, അല്ലെങ്കിൽ അതിനിടയിൽ ആ ഉമ്മ ആ കുട്ടീനെ വന്ന് വിളിക്കുന്നത് വളരെ ശക്തമായ റഫായിട്ടായിരിക്കും വന്ന് വിളിക്കുന്നത്. എടാ എഴുന്നേക്ക്, സ്കൂളിൽ പോകാൻ സമയം, എത്ര സമയമായിട്ട് കിടക്കുന്ന, ഓട്ടോ വന്ന്, ബസ് വന്ന്, വണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ വല്ലാണ്ട് റഫായിട്ടാണ് ശരിക്കും അവർ വിളിക്കുന്നത്. ആ രൂപത്തിൽ കുട്ടി അത്രയും സമയം ഉറങ്ങാൻ കാരണക്കാരാരാണ്? അത് നമ്മൾ തന്നെയല്ലേ. കുട്ടിയുടെ യഥാർത്ഥ പ്രകൃതത്തെ മാറ്റിയെടുത്തത് ആരാണ്? അത് നമ്മൾ തന്നെയല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രസവം കഴിഞ്ഞ ആ ന്യൂ ബോണിലായിരിക്കുന്ന സമയത്ത് നേരത്തെ ഉറങ്ങുകയും ഏർലി മോർണിംഗിൽ എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു ശീലം ആ കുട്ടികൾക്ക് ഉണ്ടാവുന്നുണ്ട്. എന്നാൽ നമ്മുടെ സൗകര്യത്തിന്, അടുക്കളയിലെ പണി നമുക്ക് തീർത്ത് വെക്കണമെന്ന സൗകര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ കുട്ടീനെ വീണ്ടും രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുന്ന കുട്ടിയെ നമ്മൾ വീണ്ടും ചേർത്ത് കിടത്തി താരാട്ട് പാട്ടി വീണ്ടും നമ്മൾ ഉറക്കുകയാണ് ചെയ്യുന്നത്. 3 വയസ്സ് കഴിയുമ്പോൾ ആ ശീലം മാറ്റേണ്ടി വരുന്നു. അതായത് നമ്മൾ ചെറുപ്പം മുതലേ അവരെ ശീലിപ്പിച്ച ശീലത്തെ നമ്മൾ മാറ്റാൻ ശ്രമിക്കുന്നു. 3 വയസ്സാകുമ്പോൾ കുട്ടി സ്വന്തമായിട്ട് എഴുന്നേൽക്കാത്ത അവസ്ഥയിലേക്ക് വരും. അതിന് കാരണക്കാർ നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അത്തരം സന്ദർഭങ്ങളിൽ കുട്ടിയെ വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ വിളിക്കുകയാണ് വേണ്ടത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ആ കുട്ടിയെ എങ്ങനെയാണ് ആ കുട്ടി സ്കൂളിൽ പോയിട്ട് പഠിക്കാൻ കഴിയുക? ഇത്രയും സ്ട്രെസ്സായി എഴുന്നേൽക്കുന്ന കുട്ടി എങ്ങനെ പഠിക്കാൻ കഴിയും? അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസത്തെ പ്രഭാതത്തിൽ കുട്ടിയെ വിളിക്കുന്ന സമയത്ത് വളരെ സന്തോഷത്തോടെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് അടുത്തിരുന്ന് അങ്ങനെ വിളിക്കാൻ ശ്രമിക്കൂ. അന്നത്തെ ദിവസവും ഇനിയുള്ള കുട്ടിയുടെ ഭാവിയും നമുക്ക് സ്വസ്ഥമായി, സുഖമായി, നല്ല ഭാവിക്ക് വേണ്ടി ആ കുട്ടികളെ വാർത്തെടുക്കാൻ നമുക്ക് സാധ്യമാണ്. ഇനിയും മറ്റൊരു വീഡിയോയുമായി കാണാം.